കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ശമ്പള വിതരണവും പെൻഷൻ വിതരണവും മുടങ്ങി. ട്രഷറികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം ലഭിക്കാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ വൈകുന്നേരത്തോടെ കൂടുതൽ പണം എത്തിക്കാനായത് ഇടപാടുകാർക്ക് ആശ്വാസമായി. വരും ദിവസങ്ങളും പ്രതിസന്ധി തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലേക്കായി ശമ്പളം, പെൻഷൻ എന്നിവയുടെ വിതരണത്തിന് 36,32,50,000 രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പലയിടത്തും പണം സമയത്തിനെത്തിക്കാൻ കഴിയാതിരുന്നത് മൂലം ഇടപാടുകാർ കടുത്ത ബുദ്ധിമുട്ടിലായി. വൈകുന്നേരത്തോടെ 33,50,09,685 രൂപ 4 ജില്ലകളിലെ ട്രഷറികളിൽ എത്തിച്ചു. 6 ജില്ലാ ട്രഷറികളും 58 സബ് ട്രഷറികളുമാണ് 4 ജില്ലകളിലും കൂടിയുള്ളത്. ഇവയിലൂടെ 78,01,94,097 രൂപയായിരുന്നു കഴിഞ്ഞ മാസം 1-ാം തീയതി ട്രഷറി അക്കൗണ്ടുകളിലൂടെ മാത്രം വിതരണം നടത്തിയത്. പിൻവലിക്കാവുന്ന പരമാവധി തുക 24,000 രൂപയായി നിശ്ചയിച്ചതിനെ തുടർന്നാണ് 1-ാം തീയതിയിലെ വിതരണത്തിനായി 36.5 കോടി രൂപ ആവശ്യപ്പെട്ടത്. ഈ തുക പോലും ട്രഷറികളിൽ എത്താതായത് പ്രതിസന്ധി രൂക്ഷമാക്കി. പുലർച്ചെ മുതൽ സബ് ട്രഷറികൾക്ക് മുമ്പിൽ നിന്ന വൃദ്ധരും രോഗികളും സ്ത്രീകളും അടക്കമുള്ളവർ വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ ക്യൂ നിൽക്കേണ്ടി വന്നു. പലയിടത്തും ഇടപാടുകൾ പൂർത്തിയാക്കാനാകാതെ ആളുകൾ നിരാശരായി മടങ്ങി. എന്നാൽ ഇടുക്കി ജില്ലയിലെ ചില ട്രഷറികളിൽ ഇടപാടുകാരുടെ എണ്ണം കുറവായതിനാൽ നടപടികൾ നേരത്തെ പൂർത്തിയായി. 4 ജില്ലകളിലും കൂടിയായി 34,73,43,691 രൂപയാണ് 1-ാം തീയതി വിതരണം നടത്തിയത്. കോട്ടയം ജില്ലയിൽ 18,92,49,402 രൂപയും, ആലപ്പുഴ ജില്ലയിൽ 4,89,08,314 രൂപയും, ഇടുക്കി ജില്ലയിൽ 3,53,75,614 രൂപയും, പത്തനംതിട്ട ജില്ലയിൽ 7,38,10,361 രൂപയുമാണ് 1-ാം തീയതി വിതരണം നടത്തിയത്. വരും ദിവസങ്ങളിലും ട്രഷറിയിലെ പ്രതിസന്ധി തുടരുമെന്ന് ജീവനക്കാർ പറയുന്നു. റിപ്പോർട്ടർ, കോട്ടയം.